നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ജൂൺ 4 തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നടന്ന ദിവസം ഓഹരി വിപണി തകർന്നതുവഴി ചില്ലറ നിക്ഷേപക്കാർക്ക് 30 ലക്ഷം കോടിയുടെ നഷ്ടം ഉണ്ടായി എന്നൊരു മണ്ടത്തരം വിളമ്പിയ നേതാവാണ് നമ്മുടെ രാഹുൽ ഗാന്ധി. വാസ്തവത്തിൽ ജൂൺ 4 BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതെ വന്നപ്പോൾ വിപണിയിൽ തകർച്ചയുണ്ടായിരുന്നു. പക്ഷേ അതിൽ സാങ്കേതികമായി പറഞ്ഞാൽ ചില്ലറ വിപണനക്കാർക്കല്ല നഷ്ടം സംഭവിച്ചത്. വിവിധ കമ്പനികളുടെ വിപണി മൂല്യത്തിനാണ് 30 ലക്ഷം കോടിയുടെ നഷ്ടം സംഭവിച്ചത്. വിപണി ജൂൺ 4 ഭീമമായ നഷ്ടം രേഖപ്പെടുത്തിയതിന് പിന്നാലെ അഴിമതിയുണ്ട് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതിന് പിന്നിലെന്നുമുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഓഹരി വിപണിയുടെ അടിസ്ഥാന പ്രവർത്തന രീതി അറിയുന്ന ഒരാളും പറയില്ല എന്നും പ്രമുഖ ഓഹരി വിപണി വിദഗ്ധൻ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും ഇപ്പോൾ ജൂൺ 4 നഷ്ടം നികത്തി കഴിഞ്ഞ 15 ദിവസത്തിനകം ഓഹരി വിപണി വൻതോതിലാണ് കുതിച്ചത്. സെൻസസ് ഏകദേശം 5800 പോയിന്റ് ആണ് കുതിച്ചത്. മൂന്നാം മോദി സർക്കാർ ഒരു സഖ്യകക്ഷി സർക്കാരാണെങ്കിലും സുസ്ഥിര സർക്കാരായി എന്നതും ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. പ്രധാന വകുപ്പുകളെല്ലാം തന്നെ BJP മന്ത്രിമാരുടെ കയ്യിൽ തിരിച്ചെത്തി. രണ്ടാം മോദി സർക്കാരിന്റെ നയങ്ങളിൽ തുടർച്ചയുണ്ടാകുമെന്ന് വന്നു. ഇതോടെ പ്രതിരോധം, സെമി കണ്ടക്ടർ, പുനരുപയോഗ ഊർജം, അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലയിലെ കമ്പനികളുടെ ഓഹരികൾ വീണ്ടും കുതിച്ചുയർന്നു. ഈ 15 ദിവസങ്ങളിൽ ഓഹരി വിപണിയുടെ മൂല്യം 39 ലക്ഷം കോടിയോളം ഉയർന്നു. 72,079 പോയിന്റ് ഉണ്ടായിരുന്ന സെൻസസ് ഇപ്പോൾ 77,581 പോയിന്റായി ഉയർന്നിരിക്കുകയാണ്. NIFTയിലാകട്ടെ 1779 പോയിന്റിൽ നിന്ന് ഉയർന്ന് 23,664 പോയിന്റായി ഉയർന്നിരിക്കുന്നു. ഭയത്തിന്റെ സൂചികയായ വിക്സ് സൂചിക ജൂൺ 4 26.74 ആയിരുന്നത് ഇപ്പോൾ 13.67 താഴ്ന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 240 സീറ്റുകൾ നേടിയപ്പോൾ രണ്ടാമത്തെ വലിയ പാർട്ടിയായ കോൺഗ്രസിന് 99 സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ എന്നതിനാൽ മോദി മൂന്നാം സർക്കാരിന് വലിയ ഭീഷണി ഇല്ല എന്ന് നിക്ഷേപകർക്ക് മനസ്സിലായി.